2 വർഷത്തിലേറെയായി തകർന്നു കിടക്കുന്ന ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുന്നു. ജൂലൈ 20 തിങ്കളാഴ്ച സൂചനാ സമരവും തുടർന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ ജൂലൈ 27 തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്നും ബസ്സുടമ സംയുക്ത സമിതി അറിയിച്ചു. യാത്രാ ദുരിതം പേറുന്ന ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി പാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സ്വകാര്യ ബസ് ഉടമകൾ ജൂലൈ 20 തിങ്കളാഴ്ച സൂചനാ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നടപടി ഉണ്ടായില്ലെങ്കിൽ 27 മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് ബസ് ഉടമ സംയുക്ത സമിതിയുടെ തീരുമാനം. 80ഓളം ബസ്സുകൾ സർവീസ് നടത്തുന്ന ഈ പ്രധാന റൂട്ടിൽ റോഡിന്റെ തകർച്ച കാരണം വലിയ ദുരിതമാണ് യാത്രക്കാരും ജീവനക്കാരും അനുഭവിക്കുന്നത്. കുഴികളിൽ വീണ ബസ്സുകളുടെ ചേസസ്, ടയറുകൾ, ലീഫ് സെറ്റുകൾ, ഫുട് ബോർഡ്, ഗ്ലാസുകൾ എന്നിവ സ്ഥിരമായി കേടുവരുന്നത് മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും യാത്രാമധ്യേ ബസ്സുകൾ ബ്രേക്ക് ഡൗൺ ആകുന്നത് കാരണം കൃത്യസമയത്ത് സ്റ്റോപ്പുകളിൽ എത്താൻ സാധിക്കാറില്ല. ഇത് ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും പോകുന്ന ജനങ്ങളെയും കടുത്ത ദുരിതത്തിലാക്കുന്നുണ്ട്. വൻ സാമ്പത്തിക നഷ്ടം സഹിച്ച് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ജീവനക്കാരുടെ ജീവന് പോലും ഈ റോഡ് ഭീഷണിയാണെന്നും ഉടമകൾ പറയുന്നു. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തരമായി പരിഹാരം കാണാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തയ്യാറാകണമെന്നാണ് സമിതിയുടെ ആവശ്യം. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് ചെർപ്പളശ്ശേരി ഒറ്റപ്പാലം ബസ്സുടമ സംയുക്ത സമിതി നേതാക്കളായ PK സിദ്ദിഖ്, അലി എന്നിവർ ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ 2 വർഷക്കാലമായി പരാതികൾ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും കൊടുക്കൽ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു പരിഹാരം ആയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ 70ഓളം ബസ്സുകൾ ലീഫ്, ടയർ, ഫുട് ബോർഡ്, ഹൗസിങ്, ഗ്ലാസ് ഇതെല്ലാം പൊട്ടി എന്നും സാമ്പത്തിക നഷ്ടമാണ്. ഇപ്പോൾ 4 വണ്ടി ലൈനിൽ നിൽക്കുകയാണ് മെയിൻ ലീഫ് മുറിഞ്ഞിട്ട്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. ഇത് പല അധികാരികളോട് പലവട്ടം പറഞ്ഞിട്ടും കോൺട്രാക്റ്റുകാരനാണെങ്കിൽ അയാളാണെങ്കിലും ഇത് ചെയ്യുന്നില്ല. ഇതിന് മുന്നേ ഞങ്ങളൊരു 2025 ഒരു മീറ്റിംഗ് നടത്തിയിട്ട് റോഡ് പണി പെട്ടെന്ന് പൂർത്തീകരിച്ച് തരാമെന്ന് പറഞ്ഞാണ്. ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അന്ന് കുറച്ച് അവിടെ ഇവിടെയും കുറച്ച് കല്ലിട്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു, ഒരു നടപടി ഉണ്ടായില്ല. ഇനി നമ്മൾ 20-ാം തീയതി മുതൽ, ഈ മാസം 20-ാം തീയതി തിങ്കളാഴ്ച മുതൽ സൂചനാ സമരമാണ്. ഫസ്റ്റ് ദിവസം 20-ാം തീയതി സൂചനാ സമരവും എല്ലാ സ്വകാര്യ ബസ്സുകളും നിർത്തിവെച്ച്, അത് കഴിഞ്ഞ് ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ 27-ാം തീയതി മുതൽ അനിശ്ചിതകാല സർവീസ് നിർത്തിവെച്ച് സമരം ചെയ്യാനാണ് ഇപ്പോൾ ഞങ്ങൾ ചെർപ്പളശ്ശേരി ഒറ്റപ്പാലം റൂട്ടിലിരിക്കുന്നത്. 2 പഞ്ചായത്തും 2 മുനിസിപ്പാലിറ്റി അടങ്ങുന്നതാണ് ഈ റൂട്ടിൽ അടങ്ങുന്ന സ്ഥലമാണ്. അവിടെയുള്ള ആളുകളാണ് അവിടെ യാത്ര ചെയ്യുന്നത്. അതേപോലെ തന്നെ 15ഓളം സ്കൂളുകൾ, ചെറുതും വലുതും, BEdും കോളേജും ഹയർ സെക്കൻഡറി ഒക്കെ ആയിട്ട് വരുന്ന അവിടെ ഇത്രയും കുട്ടികളും ഇത്രയും യാത്രക്കാരും ദുരിതം അനുഭവിക്കണം. ഒരു ജനപ്രതിനിധികളും ഒരാളും ഇതിനൊരു കണ്ണു തുറന്നിട്ട് ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളും മുന്നിലേക്ക് വരുന്നില്ല. ആയതുകൊണ്ട് ഞങ്ങളുടെ സാമ്പത്തിക നഷ്ടം ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ 20-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് ഞങ്ങൾ 20-ാം തീയതി സൂചനാ സമരവും 27-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ഐശ്വര്യ ഹൈടെക് ലേഡീസ് ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ, ഗോൾഡൻ പ്ലാസ ബിൽഡിംഗ്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് എതിർവശം, ഒറ്റപ്പാലം.